നമുക്ക് മനസ്സിനാണെങ്കിൽ ഒരു പീസ് കണ്ടിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് മുമ്പ് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും? പിന്നെ ഡെഫിനറ്റ്ലി ചെയ്യണം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ NRIs അല്ലെങ്കിൽ പുറത്ത് പഠിക്കുന്ന പിള്ളേരൊക്കെ എപ്പോഴും വരുന്നത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 3 months കഴിഞ്ഞിട്ടാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്കൊരു 30 to 40 days ആണ് മാക്സിമം ഞങ്ങളുടെ നെക്ക് പീസിൻ്റെ ലൈഫ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും, ഓഫർ പീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്തൊരു പീസ് ആയിക്കോട്ടെ. പിന്നെ പൊതുവേ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു 300-350 പീസ് നമ്മൾ ഓഫർ ഇട്ടുണ്ട്. അതും പോരാണ്ട് എല്ലാ നെക്ലെസിനും സാധാരണ മേക്കിംഗ് ചാർജിന് പിന്നെയും പ്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം, ബിക്കോസ് എല്ലാവരും വരുന്ന സമയമില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൊമോഷണൽ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി വിളിച്ച് പറയണം അത് മാറ്റി വയ്ക്കാൻ. അതൊരു ചെറിയ ടോക്കൺ എമൗണ്ട്, ചെറുതെന്ന് വെച്ചാൽ വളരെ നിസ്സാര ഒരു പൈസ അടച്ച് നിങ്ങൾ മാറ്റി വയ്ക്കാം. വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല, ഇഫ് യു ലൈക്ക് അതർ പ്രോഡക്റ്റ് അതെടുത്തോ, ഞാൻ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യില്ല. പക്ഷേ മേക്ക് ഷുവർ ഇറ്റ് ഇസ് ദെയർ. ബിക്കോസ് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു സാധനം മാറ്റി വെച്ചിട്ട് ഒരു കുട്ടി വരുമ്പോൾ ചിലപ്പോൾ വേറെ എടുക്കുക. പക്ഷേ അന്ന് ആ കുട്ടി വരുമ്പോൾ ആ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ആ കുട്ടി ഡിസപ്പോയിൻ്റ് ആവും. ഞാൻ പറഞ്ഞതിൻ്റെ ക്ലാരിറ്റി മനസ്സിലായി. നമ്മൾ മനസ്സിൽ കണ്ടൊരു സാധനം വരുമ്പോൾ ചിലപ്പോൾ അതിൽ നല്ല സാധനങ്ങളായിരിക്കും ഇവിടെ കാണുക, ആ കുട്ടി അതായിരിക്കും ഡെഫിനറ്റ്ലി എടുക്കുക. ഞാൻ ഒരിക്കലും പറയില്ല, ബിക്കോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു 10 to 20% പ്രോഡക്ട്സ് മാത്രമാണ്, ബാക്കിയൊക്കെ നമുക്കൂടെ സ്റ്റോക്കാണ്. പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ട സാധനം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും അതായിരിക്കുമോ നല്ലത്, നമ്മുടെ മനസ്സിൽ എന്നോ ചിന്തയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മാറ്റി വയ്ക്കാൻ. അത് ഞങ്ങൾ DC ചെയ്യുന്ന നിങ്ങൾക്കുള്ളൊരു പ്രത്യേക ഓഫറാണ് കേട്ടോ. മാം, ഞാൻ DCയുടെ ഡയമണ്ട്സിൻ്റെ വലിയൊരു ഫാനാണ്. പിന്നെ പറയാൻ കാര്യമോ, എല്ലാ ഡയമണ്ട്സും ഭയങ്കര പ്രിസൈസാണ്, എല്ലാത്തിനും പല പല ഡിസൈൻസും. എൻ്റെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്തപ്പോഴും എല്ലാത്തിനും ഭയങ്കര രസമുള്ള ഡിസൈൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ ഡയമണ്ട്സിനും കിട്ടുമോ? പിന്നെ ഒന്നാമത് ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഹാൻഡ് പിക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് ഇവിടെ എല്ലാം. ഉടനേട്ടൻ ഹാൻഡ് പിക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്റ്റിനും ഒരു ലൈഫുണ്ട്. ഡയമണ്ട്സ് ആയിക്കോട്ടെ എന്തെങ്കിലും എൻ്റെ CAD വി മേക്ക് ഷുവർ നമുക്ക് വീക്ക്ലി 2 to 3 പുതിയ ഡിസൈൻസ് എന്തായാലും വരുന്നു. അപ്പോൾ ആഴ്ച എന്തായാലും നിങ്ങൾക്ക് എന്നും പുതിയ ഡിസൈൻസ് ഇവിടെ കാണാം. പിന്നെ ഞാൻ മിക്ക വീഡിയോസിലും റിപ്പീറ്റഡായിട്ട് പറയുന്നവരുണ്ട്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി. വി ഗിവ് യു ഈ IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ് വിത്ത് VVS ക്വാളിറ്റി ആൻഡ് EF കളർ. VVS EF അല്ലാത്ത ഡയമണ്ട്സ് നമ്മൾ DCയിൽ കൊടുക്കില്ല. ആൻഡ് വി ഗിവ് യു 100% ബൈബാക്ക് അത് മാർക്കറ്റ് വാല്യൂ. 100% ബൈബാക്ക് ഒന്ന് മാർക്കറ്റ് വാല്യൂ ആണ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പോഴത്തെ ഒരു ഓഫറായിട്ട് 25% ഓഫാണ് മേക്കിംഗ് ചാർജസിൽ. പോരാത്തതിന് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് എടുത്ത്, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറയാം, കീർത്തിച്ച് എൻ്റെ കല്യാണം കേട്ട് 10-12 കൊല്ലമായി, ഇപ്പോൾ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണം, എനിക്ക് ആ വലിയ സെറ്റ് ഉപയോഗിക്കാനേ പറ്റില്ല. ഞാൻ പറഞ്ഞു മോളിപ്പോൾ എന്താ ചെയ്യണേ? കീർത്തിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മയാണെങ്കിൽ പറയണത് അന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നോളാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മാറ്റി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ. ബിക്കോസ് നമ്മളൊരു ബ്രൈഡ് എന്നുള്ള കൺസെപ്റ്റും അമ്മ എന്നുള്ള കൺസെപ്റ്റും ഡിഫറെൻ്റ്. നമ്മൾ ബ്രൈഡായിട്ട് ഇട്ടിരുന്ന മാലകളും നമുക്ക് ചിലപ്പോൾ ഒരു 5-10 കൊല്ലം നമുക്ക് ഇടാൻ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് തോന്നുന്നൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ. ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഡയമണ്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് മാറ്റിയത് എൻ്റെ മൂത്ത ആളുടെ ഹോളി കമ്മ്യൂണിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ആരും ടെൻഷൻ അടിക്കണ്ട, ഒരു നഷ്ടമില്ല. നമ്മൾ മാറ്റി പുതിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളായിട്ട് മാറ്റിത്തരും. അതൊന്നാമത്തെ. രണ്ടാമത്തെ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല സമയത്ത് ഇടണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് അതൊരു എസെറ്റാണെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്നതിലും നടക്കില്ല. ഒരു നഷ്ടമില്ലാണ്ട് ഞാൻ ചെയ്യാന്നുള്ളത് DCയുടെ ഗ്യാരണ്ടി. അതെ, DC ഈസ് എ ഗോൾ ഫോർ ലൈഫ് ടൈം ഞാൻ കേട്ടിരുന്നു. മാം, റേറ്റ് ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഒന്നുമില്ലെന്നേ. ഇപ്പോൾ സാധാരണ നമ്മൾ വാങ്ങിക്കുക 10%. പക്ഷേ ഇപ്പോൾ ഒരു പ്രൊമോഷണൽ ഓഫറായിട്ട് 5% പെർ മന്ത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 10 ലക്ഷം രൂപ ഗോൾഡ് എടുക്കുന്ന ആൾക്ക് പണ്ട് വാങ്ങിച്ചിരുന്നത് നമ്മൾ 1 ലക്ഷം രൂപ ഒരു മാസത്തേക്ക്. ഇപ്പോൾ 50,000 അടച്ചാൽ നിങ്ങൾക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് 2 മാസമാണെങ്കിൽ 10%. അപ്പോൾ എത്ര ഏർലിയസ്റ്റ് നിങ്ങൾ റേറ്റ് ബ്ലോക്ക് ചെയ്യുക ആൻഡ് മേക്ക് യുവർ സെൽഫ് സെക്യൂർ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് യു ടേക്ക്. അത് സോവറിൻസ് ആയാലും അങ്ങനെ കൺവേർഷൻ 5 പവൻ 10 പവൻ അത് അക്കോർഡിംഗ്ലി അതിൻ്റെ പെർസെൻറ്റേജ് 5% ഒരു മാസത്തേക്ക്, 2 മാസമാണെങ്കിൽ 10% അക്കോർഡിംഗ്ലി. പിന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കുട്ടികളൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട്. പറ്റാവുന്നവരൊക്കെ വീഡിയോ കാണുമെന്ന് ഷെയർ ചെയ്യട്ടല്ലേ. എല്ലാവരും ഞാനേ ഫ്രണ്ട്സ് എല്ലാം ക്ലയൻറ്റ് ഒന്ന് പറയുന്നു, കീർത്തിച്ചി 1000 രൂപ ഗ്രാമിന് മാറ്റം വന്നു. അവർ ബെനിഫിറ്റ് എന്താണെന്നറിയോ, ഗോൾഡ് പണിക്കൂലി രണ്ട് എടുത്തതിന് തുല്യ റേറ്റിൽ വന്ന ഡിഫറൻസ്. സോ പ്ലീസ് തിങ്ക് വൈസ്ലി ആൻഡ് ഡു ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. അതാണ് എനിക്ക് എല്ലാ കുട്ടികളോടും. പണ്ടത്തെ പോലെ നിലപ്പിച്ച കുട്ടികൾക്ക് ശരിക്കും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. എന്താ പറയുക, അമ്മ എന്നോട് പറയായിരുന്നു, മോള് ആക്ച്വലി എന്നെ കാനഡയിൽ നിന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരാണ്.
അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അവരെന്നോട് പറഞ്ഞു, നമുക്ക് ഈ കട അറിയില്ലല്ലോ, ഇടുക്കിയിൽ ഇപ്പോൾ ഞങ്ങൾ ഇതൊന്നും അന്വേഷിക്കില്ല. അപ്പോൾ കൊച്ചു എന്നോട് വീഡിയോ കോളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ റേറ്റ് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ കൊച്ചിൻ്റെ അമ്മ പറയുന്നു, അന്ന് മോള് ഇൻസിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരുത്തി ഞങ്ങൾ വേണോ വേണ്ടേന്ന് സംശയിച്ചാ ചെയ്തത്. പക്ഷെ എൻ്റെ ഗുണം എന്താ കിട്ടിയെന്ന് അറിയും, 1000 രൂപയാണ് ഗ്രാമിന് മാറി. സോ വാട്ട് ഹാപ്പൻഡ്? അവർക്ക് അത്ര ബെനിഫിറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പണിക്കൂലി ഇല്ലാണ്ട് എടുത്തതിന് തുല്യമാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറയുക, കുട്ടികളെല്ലാവരും ഇത് ഷെയർ ചെയ്യാം. ബിക്കോസ് പല ഫാമിലിയിലും കുട്ടികൾക്ക് നല്ല ഓർണമെൻറ്റ്സ് എടുക്കണമെന്നുണ്ട്, പക്ഷെ അവർക്ക് ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ദാറ്റ് ഇസ് ഓൾ ഐ ക്യാൻ ടെൽ. അതെ, ഞാനായാലും എൻ്റെ ഫ്രണ്ട് വഴി സജസ്റ്റ് ചെയ്താണ് ഇവിടെ വന്നത്. അതന്നെ പറയാനുണ്ട്. അതെ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പറയാനാണ് വാങ്ങുന്നത്. കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും റേറ്റ് കൂടും, ഗോൾഡിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ നിങ്ങളൊരു വെഡിങ് പർച്ചേസോ ഒരു ചെറിയ പർച്ചേസോ ഒരു 5 പവൻ്റെ മിനിമം പർച്ചേസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് റേറ്റ് ബ്ലോക്ക് ചെയ്യണം. രണ്ടാമത്തെ, ഇപ്പോൾ ഓൾ ഗോൾഡ് ഉള്ളവരുടെ നിങ്ങളൊരു പ്രോഡക്റ്റ് പ്രത്യേകിച്ച് കണ്ടിട്ട് വരികയാണ്, നിങ്ങളുടെ മനസ്സിൽ അതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലെല്ലാം റബ്ബ് ചെയ്തിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ DCയിൽ വീഡിയോ കണ്ടു ആ പ്രോഡക്റ്റ് മനസ്സിൽ കണ്ടിട്ട് വരികയാണെങ്കിൽ പ്ലീസ് കോൾ ആൻഡ് പ്രീ ബുക്ക് ദ പ്രോഡക്റ്റ്. വരുമ്പോൾ അതല്ലെങ്കിൽ വേറെ എടുക്കാം, നമ്മൾ ഒരു നിർബന്ധവും പറയില്ല. But we insist you please pre-book and keep the product aside. അല്ലെങ്കിൽ we don't want you to make you disappointed. അതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ എല്ലാവരും വരണം. ഞങ്ങളിവിടെ എന്താ പറയുക, ക്രിസ്മസും വെഡിങ് സീസണൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി പ്രോഡക്ട്സും നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് DCനെ. അപ്പം എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ ബ്രൈഡ്സും എൻ്റെ കുട്ടികളാണ്. കുട്ടികളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലയൻസാണ് എൻ്റെ സപ്പോർട്ട്. പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ്.